പക്ഷേ ഇഷ്ടംപോലെ വരെ എനിക്ക് മെസ്സേജ്, അതായത് എന്നെ അറിയുന്നവർ എന്നെ വേറെ ആരുമല്ല എൻ്റെ അടുത്ത് കുറേ വട്ടം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ എന്താ വീഡിയോസ് ഇടാത്ത, വീഡിയോസ് ഇട്ടിട്ട് എന്താ നിർത്തുന്നത്, ഇടയ്ക്ക് ഒന്ന് ഓരോന്ന് ഇടുന്നത് എന്താ നിനക്ക് സ്ഥിരം ഇട്ടൂടെ, അങ്ങനെ ഇഷ്ടംപോലെ വരെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാര്യം വേറെ ഒന്നുമല്ല, ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു കുഴപ്പമൊന്നും ഇല്ലാത്തൊരു മൈൻഡ് സെറ്റ് ആവുന്ന സമയത്താണ്. വീഡിയോ ഇട്ട് ഒരു വീഡിയോ 2 വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും എൻ്റെ മൈൻഡ് സെറ്റ് വീണ്ടും ഡൗൺ ആവും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ, യൂട്യൂബിൻ്റെ കേസിലല്ല വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡൗൺ ആവും. അപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് എഡിറ്റ് ചെയ്യാനും ഇതിൻ്റേതായ ഒരു മൂടൊന്നും പോകും. വീഡിയോ എടുക്കാൻ മിക്കുള്ള ടൈമും ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ എനിക്കൊന്ന് ലോങ് ബ്രേക്കിന് ശേഷമാണ് കാശ്മീർ വീഡിയോ ഇടുന്നത്. അതൊരു 3-4 വീഡിയോ ഇട്ടു, വീണ്ടും ഒരു ലോങ് ബ്രേക്കായിരുന്നു. ഇപ്പോൾ നാട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ഇട്ടു, ഒരു കുറച്ച് ബ്രേക്കായി. വ്യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂസ് ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചാനലിൽ എങ്ങനെ പോയാലും ഒരു 100-150 വ്യൂസൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇത്രയും വ്യൂസ് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്താ ഈ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉള്ളപ്പോഴാണ് ഞാൻ എൻ്റെ പിറകെ പോകുന്നത്. അതായത് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒറ്റൊരു കാര്യമുള്ളായിരുന്നു, അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു 300-400 സബ്സ്ക്രൈബുള്ളായിരുന്നു. ആ ചാനൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ വരെ എന്നെ കളിയാക്കി. അപ്പോൾ എനിക്ക് ഒറ്റൊരു ലക്ഷ്യമുള്ളായിരുന്നു, എങ്ങനെയെങ്കിലും 1000 സബ് തയ്ക്കുക എന്നുള്ളത്. രണ്ടാമതൊരു ചാനൽ ഞാൻ തുടങ്ങി, 2 മാസവും 3 മാസവും കൊണ്ട് 1K സബ് ആയിട്ടുണ്ട്. അത് ആർക്കും ഞാൻ ഷെയർ ചെയ്തിട്ടോ മറ്റോ ഒന്നുമല്ല, എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറി ഇടാറുണ്ട്, അതുപോലെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അല്ലാതെ ആർക്കും പേഴ്സണലി ഞാൻ കാര്യം വീഡിയോ ചാനൽ ലിങ്കോ ഒന്നും ഷെയർ ചെയ്യാറില്ലായിരുന്നു. 1K ആവുന്നത് വരെ, 1K ആയതിനു ശേഷം അത്യാവശ്യമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം 1K ആയിരുന്നു. ഒരു 3-4 വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 1K ആയി. അപ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിച്ചൊരു ലക്ഷ്യം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ മനസ്സ് സ്വാഭാവികമായിട്ടും മടിച്ചു. അത് ഫസ്റ്റ് മടിക്കാൻ കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയായിരുന്നു. പക്ഷെ അത് ചെറിയ കോപ്പിറൈറ്റ് കാര്യങ്ങളുമായിട്ട് റിജക്റ്റായി. ആ ഒരു വിഷമത്തിൽ ഞാൻ ഫുള്ള് ഡിലീറ്റ് ആക്കി കളഞ്ഞു. എന്താണെന്ന് എനിക്ക് പറ്റിയെന്ന് അറിയാൻ വയ്യ. ആ ചാനൽ മോണിറ്റൈസേഷൻ ആയിരുന്നു, ഒരു 2-3 കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു. അതൊന്ന് ഇതാക്കിയിരുന്നെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയ ചാനലായേനെ. ഞാൻ ഇപ്പോഴും എടുത്ത വീഡിയോസ് എല്ലാം എൻ്റെ ഫോണിലുണ്ട്, ഫോൺ സ്റ്റോറേജ് ഇപ്പോഴും ഫുള്ളായിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് ഞാൻ വ്ളോഗിന് വേണ്ടി ഇഷ്ടംപോലെ വീഡിയോസ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോയപ്പോഴായാലും അങ്ങനെ ഇഷ്ടംപോലെ വീഡിയോസ്, അതായത് നാട്ടിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ടായാലും ഹോസ്റ്റൽ ചേഞ്ച് ചെയ്യണം, അപ്പോൾ ഹോസ്റ്റൽ മാറി, അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ആഗ്രഹങ്ങളുണ്ട് ഗൈസ്. പക്ഷേ എന്താണെന്ന് അറിയാൻ വയ്യ. ഞാൻ വീഡിയോസ് ഇട്ട് വരുമ്പോൾ ഈ എഡിറ്റ് ചെയ്യാനും അതൊക്കെ ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. കാര്യം ഞാൻ ഇപ്പോഴത്തെ എടുക്കുന്ന വീഡിയോ ഓൺ വോയിസ് അല്ല എടുത്ത് വെച്ചേക്കണം ഒന്നും ഓൺ വോയിസ് അല്ല. ലൈപ്പിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ട്രെയിനിൻ്റെ സൗണ്ട് അത് ഇത്, പിന്നെ ജനറലായിരിക്കും മിക്കുള്ള ട്രാവലിങ്ങും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബഹളം കാരണം ഒന്നും എടുത്ത് വെച്ചേക്കണം ഓൺ വോയിസ് അല്ല. ഇപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കുറേ കോളുകൾ വന്നു. അതുപോലെ തന്നെ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഒരു 70% എൻ്റെ കിടക്കുന്നത് വ്ളോഗിന് വേണ്ടി ഞാൻ എടുത്ത വീഡിയോസും കാര്യങ്ങളുമാണ്. ഞാനിപ്പോൾ അതൊക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ എൻ്റെ ഒരു 100-120 GB എങ്ങനെ പോയാലും ഫ്രീ സ്പേസ് ആവും. പക്ഷേ എനിക്ക് ഡിലീറ്റ് ആക്കാൻ തോന്നില്ല, കാര്യം അത്രയ്ക്ക് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോസാണ്. പക്ഷേ അത് എഡിറ്റ് ചെയ്യാനോ ഇതിനോ ഒരു ഇതും കിട്ടുന്നില്ല, അതായത് ആ ഒരു മൈൻഡും കിട്ടുന്നില്ല. വീഡിയോസൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നു, ഇടയ്ക്കിടും, ഇത് വരുമ്പോൾ ഇടും, വീണ്ടും എന്തെങ്കിലും കാരണത്താൽ, യൂട്യൂബിൻ്റെ ഒരു കാരണം കൊണ്ടുമല്ല, ഇതിട്ടിട്ടോ ഇതിൽ കളിയാക്കുന്നതിൻ്റോ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടോ അതിൻ്റെ ഒന്നും കാര്യങ്ങളും ഉണ്ടല്ല. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് എനിക്ക്, അതായത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ട് ഞാൻ ഡൗൺ ആവും, എനിക്കപ്പോൾ വീഡിയോസ് ഇടാൻ പറ്റില്ല, ആ ഒരു രീതിയിലെത്തും. അപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ എത്ര ദിവസം കൊണ്ട് തയ്യാറെടുക്കുകയാണെന്ന് അറിയാം, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടാം, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തതെന്നുള്ള രീതിയിൽ ഇടാം. കാര്യം എനിക്ക് ഇഷ്ടംപോലെ അവർ പറയുന്നുണ്ട്. അതായത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത്രയും വ്യൂസൊക്കെ ഉണ്ടായിട്ട് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അതായത് ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ റീലും നല്ല രീതിയിൽ ഇപ്പോൾ ക്രിയേറ്റീവ് റീലും യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഇടുന്നവരടുത്ത് ഞാൻ പറയുന്നുണ്ട്, എടാ ഇതിട്ട് റീച്ച് പോകൂലേ, അതുകൊണ്ട് നീ വീഡിയോസ് ഇടുന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ കൊണ്ട് വീഡിയോസ് ഇടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് എന്താണ് വീഡിയോ ഇടാൻ പറ്റണില്ല. ആ ഒരു രീതിയിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനോ സെൽഫായിട്ടൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, എന്നെക്കൊണ്ട് പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞത്, അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അതേപോലെ യൂട്യൂബൊക്കെ ഉള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തും അവരുടെ അടുത്തൊക്കെ പറഞ്ഞ് ഞാൻ അവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ ഇടുന്നില്ല. എൻ്റെ അടുത്ത് അതേപോലെ അവർക്കൊക്കെ തിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ നിന്നപ്പോൾ വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞാൽ അങ്ങനെ ആ ഒരു ലാസ്റ്റ് നമ്മളിട്ടൊരു ഷോട്ട് ഇട്ടത്, അതിന് അത്യാവശ്യം വിചാരിക്കാത്തതിന് മേലെയുള്ള റീച്ച് കിട്ടി. എത്രയോ എനിക്കൊന്ന് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഉണ്ടാവും 2000 സംതിങ് വ്യൂസായി. പിന്നെ അങ്ങ് നിൽക്കും, ഒരു റീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നിൽക്കും. അപ്പോൾ പ്രതീക്ഷിക്കാതെ അത്രയും റീച്ച് ആയതാണ്. പക്ഷേ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ആ പൈസ എന്ത് ചെയ്തെന്നോ അങ്ങനെ ഒന്നും ഇടാൻ പറ്റിയൊരു സാഹചര്യമല്ല. പിന്നെ പെട്ടെന്ന് വേറൊരു കാര്യത്തിൽ എൻ്റെ മനസ്സങ്ങ് ഡൗൺ ആയിപ്പോയി, ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു ദിവസത്തിലായിപ്പോയി. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നതായാലും അതൊക്കെ വ്ളോഗ് ചെയ്യണമെന്നും പറഞ്ഞിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും വ്ളോഗ് ചെയ്യാനോ വീഡിയോസ് എടുക്കാനോ, മിക്കുള്ളതും വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഫോണിൽ. ഞാൻ പറഞ്ഞില്ല, ഒരു 80%-ഓളവും 70-80%-ഓളവും യൂട്യൂബിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കണം, വ്ളോഗ് ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലും എഡിറ്റ് ചെയ്ത് എനിക്ക് ഇടാൻ പറ്റാത്തൊരു
മൈൻഡ് സെറ്റ് ഡൗൺ ആയിപ്പോയി. അത്രയും രീതിയിൽ ഞാൻ ഡൗൺ ആയിപ്പോയി. ആ ഒരു എടുത്തു വെച്ചേക്കുന്ന വീഡിയോസ് പോലും ഇടാൻ പറ്റാത്ത രീതിയിലൊരു ഡൗൺ ആയിപ്പോയി. കാര്യം അത് എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. ഇപ്പോൾ എന്തായാലും ഞാനത് ഓക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അറിയാൻ വയ്യ എത്ര ദിവസം ഇടുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞാൻ ഇനി വീഡിയോസ് ഇടാതിരുന്നാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് എന്നുള്ളത്.